ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തത് ഹിസ്റ്ററി 8ാമത്തെ ചാപ്റ്റർ കേരള ടുവേർഡ്സ് മോഡേണിറ്റിയുടെ പാർട്ട് 2 ക്ലാസ്സാണ്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാം. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്നത് പഴശ്ശി റിവോൾട്ടിനെ കുറിച്ചാണ്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ നടന്ന ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ആര്? മലബാറിലെ കോട്ടയം രാജകുടുംബത്തിൽ ജനിച്ച കേരളവർമ്മ പഴശ്ശിരാജ. മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചാൽ കോട്ടയം പ്രദേശത്തെ ടാക്സ് പഴശ്ശിരാജ പിരിച്ചെടുത്തോ എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. പക്ഷേ ഈ യുദ്ധം വിജയിച്ചതിന് ശേഷം ആ വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പഴശ്ശിരാജക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? ബ്രിട്ടീഷുകാരോടുള്ള ഒരു ദേഷ്യം ഉള്ളിലുണ്ട് അല്ലേ? ആ സമയത്താണ് വയനാടിൻ്റെ മേൽ ബ്രിട്ടീഷുകാർ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു അവകാശം ഉന്നയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ആ ഒരു അവസരത്തിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ശക്തമായിട്ടുള്ളൊരു പോരാട്ടത്തിന് പഴശ്ശിരാജ എന്ത് ചെയ്തു? ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങി. അതിൽ ഈ പഴശ്ശിരാജയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാനായിട്ട്, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് മുന്നിട്ട് നിന്ന ആളുകളാണ് ചെമ്പം പോക്കർ, കൈത്തരി അമ്പു നായർ, എടച്ചേനെ കുങ്കൻ നായർ, അതുപോലെ തന്നെ വയനാട്ടിലെ കുറിച്യ നേതാവായിട്ടുള്ള തലക്കൽ ചന്തു. ഇവരുടെ നേതൃത്വത്തിൽ ഒളിപ്പോര് നടത്തി. ശക്തമായിട്ടുള്ളൊരു ഒളിപ്പോരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത്. അങ്ങനെ ഈ പോരാട്ടത്തിനിടയിൽ തന്നെ 1805 നവംബർ 30 പഴശ്ശിരാജ എന്ത് ചെയ്തു? വധിക്കപ്പെട്ടു. അതുപോലെ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരിങ്ങനെ ഇടപെടാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ദിവാന്മാർക്ക് അത് ഒട്ടും താല്പര്യപ്പെട്ടില്ല. കൊച്ചിയിലെ ദിവാനായിരുന്ന പാലിയത്തച്ഛനും തിരുവിതാംകൂറിലെ ദിവാനായിട്ടുള്ള വേലുത്തമ്പിയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 1809 ജനുവരി 11 കുണ്ടറ വിളംബരം അല്ലെങ്കിൽ കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഷേധം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? വേലുത്തമ്പി, നമ്മുടെ തിരുവിതാംകൂറിലെ ദിവാൻ. കുണ്ടറ വിളംബരത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളോട് ആയുധമെടുത്ത് പോരാടാനായിട്ടുള്ളൊരു ആഹ്വാനം ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സൈന്യങ്ങൾ, രണ്ട് സൈന്യങ്ങളും ഒരുമിച്ച് ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിട്ടുള്ള മെക്കാളയുടെ ഒഫീഷ്യലായിട്ടുള്ള വീട് എന്ത് ചെയ്തു? ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പിടിക്കപ്പെടുമെന്നായപ്പോൾ വേലുത്തമ്പി നേരെ എന്ത് ചെയ്തു? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. എവിടെ? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് വേലുത്തമ്പി എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് അവരെ കൈകൊണ്ടൊന്നും വധിച്ചു കളയാൻ സാധിച്ചില്ല. ആ ദേഷ്യം കൊണ്ട് നമ്മുടെ വേലുത്തമ്പിയുടെ ഈ ബോഡി അവിടെ നിന്ന് എടുത്തിട്ട് കണ്ണൻമൂല എന്ന് പറയുന്ന, തിരുവനന്തപുരത്തെ കണ്ണൻമൂല എന്ന് പറയുന്ന സ്ഥലത്ത് കെട്ടിത്തൂക്കിയിട്ടു. മനസ്സിലായി? ആ ദേഷ്യം അങ്ങോട്ട് മാറാണ്ടേ. അതേപോലെ തന്നെ പാലിയത്തച്ഛനാണെങ്കിൽ പാലിയത്തച്ഛനെ നേരെ മദ്രാസിലേക്കും നാട് കടത്തി. അപ്പോൾ ഒന്ന് ആലോചിച്ചേക്കേ, മലബാറിലെ പഴശ്ശിരാജയാണ് നേതൃത്വം കൊടുത്തിരുന്നത്. പഴശ്ശിരാജ ഇല്ലാതെയായി. വേലുത്തമ്പി ആണെങ്കിൽ സൂയിസൈഡ് ചെയ്തു, പാലിയത്തച്ഛനാണെങ്കിൽ നാട് കടന്ന് പോവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ചെറുത്തുനിൽപ്പുകൾ കേട്ടോ. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും എല്ലാം ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വലിയ തോതിൽ വ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഈ ബ്രിട്ടീഷുകാരെന്താ ചെയ്തത്? ഇവിടുത്തെ പ്രൊഡക്റ്റുകളൊക്കെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് എന്ത് ചെയ്യും? കൈക്കലാക്കിയിട്ട് അവരുടെ നാട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ വലിയ വിലക്ക് വിൽക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള വില്ലേജുകാരായിട്ടുള്ള ആളുകളുടെ എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥ മുഴുവനായിട്ടും എന്ത് ചെയ്തു? തകർന്നു പോയി. കാരണം അവരുടെ പ്രൊഡക്റ്റുകൾ വലിയ തോതിൽ ഇവിടെ വിറ്റഴിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ വളരെ കുറഞ്ഞ പൈസക്ക് ഇവർ മേടിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് പല പ്രൊഡക്റ്റുകളും എക്സ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ കച്ചവടത്തിൻ്റെ മേഖലയിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കച്ചവട നിയമങ്ങൾ കൊണ്ടുവന്നു. അവരുടേതായിട്ടുള്ള പല നിയമങ്ങളും സംവിധാനങ്ങളും ഇവരെന്ത് ചെയ്തു? പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്ന് കോയിൻ സിസ്റ്റം കൊണ്ടുവന്നു. അതുപോലെ തന്നെ അളവ് തൂക്കം, ഈ പറയുന്ന വെയ്റ്റ് മെഷീൻ സംഭവങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ കച്ചവടങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ല ട്രാൻസ്പോർട്ട്, റോഡുകൾ, പാലങ്ങൾ, റെയിൽവേകൾ, പിന്നെ അതുപോലെ തന്നെ
കച്ചവടം ഈ സംഭവങ്ങൾ കയറ്റുമതി ചെയ്ത് കൊണ്ടുപോകാനുള്ള തുറമുഖങ്ങൾ ആരംഭിച്ചു. കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴയിലാണ് ഈ പറയുന്ന പോർട്ടുകൾ ആരംഭിച്ചത്. ബ്രിട്ടീഷുകാർ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ലാൻഡ് ഓണർഷിപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഭൂമിയുടെ അവകാശത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. നമുക്ക് നോക്കാം. ലാൻഡ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ ഭൂ ഉടമകൾ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജന്മിമാർ, നാടുവാഴികൾ, അവരെയാണ് ലാൻഡ് ലോഡ്സ് എന്ന് വിളിച്ചിരുന്നത്. അവരാണ് ഭൂമിയുടെ ഉടമകൾ. ഓണർ എന്ന് പറയുന്നത് അവർ ബ്രിട്ടീഷുകാർക്ക് എത്ര രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് മുൻകൂട്ടി ബ്രിട്ടീഷുകാർ നിശ്ചയിച്ചു വെച്ചിരുന്നു. അങ്ങനെ വന്നപ്പോൾ കർഷകരിൽ നിന്ന് ലാൻഡ് ലോഡ്സ് എന്ത് ചെയ്തു? ടാക്സ് ഈടാക്കാനായിട്ട് ശ്രമിച്ചു. കാരണം കർഷകരിൽ നിന്ന് ടാക്സ് ഈടാക്കിയാലല്ലേ അത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കർഷകരെ സംബന്ധിച്ച് ഈ ഒരു ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ തന്നെ അത് താറുമാറാക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ടാക്സ് കൊടുക്കാൻ പറ്റാത്ത കർഷകരെ ആണെങ്കിൽ ഈ കൃഷിഭൂമിയിൽ നിന്ന് അവരെ കൃഷി ചെയ്യാതെ പുറത്താക്കുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ മലബാറിലെ ഈ കർഷകർ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടു ഈ ടാക്സ് കൊടുക്കുന്നതിൻ്റെ കാരണം കൊണ്ട്. അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ കർഷകരെല്ലാം ഒരു കലാപങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി. നമ്മൾ പഠിച്ചിട്ടുണ്ട് മലബാർ കലാപം അല്ലേ? 1921 നടന്ന മലബാർ കലാപം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ മലബാർ കലാപം നടന്നപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ വില്യം ലോഗൻ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റിപ്പോർട്ട് പ്രകാരം 1929 മലബാർ ടെനൻസ് ആക്ട് എന്ന ഒരു ആക്ട് നിലവിൽ വന്നു. ആക്ട് പ്രകാരം കർഷകർക്ക് അവരുടെ ഭൂമിയിൽ പേരിന് വേണ്ടി മാത്രം, അതായത് ജസ്റ്റ് പേര് കൊണ്ട് അവർക്ക് ഒരു അവകാശം ആ ഭൂമിയിൽ കിട്ടി. അങ്ങനെ കർഷകർക്ക് ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഓക്കെ. അതുപോലെ തന്നെ തിരുവിതാംകൂറിലാണെങ്കിൽ മാടമ്പിമാരുടെ ഭൂമികളെല്ലാം പണ്ടാരവക ഭൂമികളാക്കി മാറ്റി. ഈ പണ്ടാരവക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാക്കി മാറ്റി. അങ്ങനെ വന്നപ്പോൾ 1865 അവിടുത്തെ കുടിയാന്മാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു അനുവാദം ലഭിച്ചു 1865. ഈ സംഭവമാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 1896 ജന്മി കുടിയാൻ ആക്ട് പ്രകാരം ഈ പറയുന്ന തിരുവിതാംകൂറിലെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നേരത്തെ മലബാറിൽ കിട്ടിയ പോലെ തന്നെ ഒരു ചെറിയ രീതിയിൽ ഭൂമിയുടെ മേൽ കിട്ടി? അവകാശം കിട്ടി. അതുപോലെ കൊച്ചിയിലും 1914 ടെനൻസി ആക്ട് പ്രകാരം കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായിട്ടുള്ളൊരു അവകാശം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിലെ കൃഷിരീതികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാരെ കൊണ്ട് സാധിച്ചു. കാരണം കേരളത്തിലെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള പല സാധനങ്ങളും വിദേശ മാർക്കറ്റുകളിൽ, ഫോറിൻ മാർക്കറ്റുകളിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചില പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് കൃഷി ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അങ്ങനെ കൃഷി ചെയ്ത് വന്നിരുന്നതാണ് ഈ പറയുന്ന കോഫി, അതുപോലെ തന്നെ ടീ, കാർഡമം, റബ്ബർ, ഇതൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇത് കൂടുതൽ അളവിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കേരളത്തിൽ നെല്ലിൻ്റെ ഉൽപ്പാദനം കുറയാനായിട്ട് തുടങ്ങി. നെല്ലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കാം? ഭക്ഷ്യക്ഷാമം നേരിടാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു തീരുമാനമാണ് മരച്ചീനി കൃഷി ചെയ്യുക എന്നുള്ളത്. ടാപ്പിയോക്ക കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ കനോലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് നിലമ്പൂർ തേക്കുതോട്ടം. അങ്ങനെ പതിയെ നമ്മുടെ കേരളം ക്യാഷ് ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ ഒരു ഹബ്ബായിട്ട് മാറി. ഓക്കെ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഇടപെടലുകൾ ഏതൊക്കെ മേഖലകളിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ, അതായത് ഹിസ്റ്ററി 8ാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ നിർദ്ദേശിക്കുക, നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ നമ്മൾ ആ ഒരു ക്ലാസ് എടുക്കാനായിട്ടുള്ള ശ്രമം നടത്തും. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.